ഇത്തവണത്തെ യാത്ര മഹാരാഷ്ട്രയിലെ സന്തൻ വാലിയിലേക്കാണ്. വൈകുന്നേരത്തെ മംഗള എക്സ്പ്രസ്സിന് പയ്യന്നൂരിൽ നിന്ന് ഞാനും പ്രിയേഷും ഇവിടുന്ന് കയറി. അപ്പോൾ കൊങ്കൺ വഴിയിലെ അതിമനോഹരമായ റൂട്ടിലേക്കൂടെയാണ് നമ്മൾ മഹാരാഷ്ട്രയിലെ സന്തൻ വാലിയിലേക്ക് പോകുന്നത്. കുറേ തുരങ്കങ്ങളും കൊങ്കണിൻ്റെ യാത്രേൻ്റെ സവിശേഷം അറിയാമല്ലോ. കുറേ തുരങ്കപാതകളും നല്ല കാഴ്ചകളായിട്ട് നമ്മൾ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ടീമുകളൊക്കെ അതിൽ കയറി നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് തുരങ്കപാതയിലേക്കൂടെയുള്ള യാത്ര ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ്. ആൾക്കാരുണ്ടായതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര അപ്പോൾ അതുവഴി വരുന്ന ഒരു പച്ചക്കറിക്കാരൻ്റെ അടുത്ത് നിന്ന് നല്ല കക്കിരിയിൽ വാങ്ങി നമ്മളെല്ലാവരും കൂടിയിട്ട് കക്കിരിയൊക്കെ കഴിച്ച് കൂട്ടത്തിൽ ഒരാളടുത്ത് ഉണ്ടായ ബുക്ക് വാങ്ങി ഒരു ഷോ ഓഫും കാണിച്ച്, ബുക്ക് വായിക്കുന്നതല്ല വെറുതെ ഷോ ഓഫിന് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണിത്. അങ്ങനെ ട്രെയിൻ മുന്നോട്ട് അങ്ങനെ സന്തൻ വാലിയിലേക്ക് പോകേണ്ട റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കല്യാണിൽ നാസിക്കിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഇവിടെ കല്യാൺ സ്റ്റോപ്പില്ല, പക്ഷേ ഇവിടെ എൻജിൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടും എൻജിൻ കൂട്ടിച്ചേർക്കുന്നതുകൊണ്ട് കല്യാണിൽ ഒരു കുറച്ച് സമയം നിർത്തും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു, കല്യാൺ എന്ന സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ സന്തൻ വാലി ലക്ഷ്യമാക്കി മുന്നോട്ട് റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് പോയി. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് പോകണം നമ്മൾ വണ്ടി അവിടെ ഉള്ളത്. അവിടുന്ന് ഒരു 3-4 മണിക്കൂർ നമ്മൾ ഈ സന്തൻ വാലി എന്ന അതിമനോഹരമായ ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. ഇന്ന് വൈകുന്നേരം ആ ഗ്രാമത്തിൽ ഒരു ടെൻറ്റ് സ്റ്റേ, നദീതീരത്ത്, അതിമനോഹരമായ നദീതീരത്ത് ടെൻറ്റ് സ്റ്റേ അടിച്ചിട്ട് അവിടുന്ന് അതിരാവിലെ നമ്മൾ സന്തൻ വാലിയിലേക്ക് മലയിറങ്ങിയിട്ട് നമ്മൾ അവിടെ സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ അവിടുന്ന് ആ മല വേറെ വഴി തിരിച്ച് കയറി നമ്മൾ മുകളിലെത്താനുള്ള പ്ലാനിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഉൾഗ്രാമങ്ങളിലേക്കാണ്. അപ്പോൾ മഹാരാഷ്ട്ര ഗ്രാമപ്രദേശങ്ങളിലേക്കൂടെയുള്ളൊരു യാത്ര. ഇതൊരു ഹൈവേ സൈഡാണ്. ഹൈവേന്ന് കുറച്ച് അകലേക്കാണ് നമ്മൾ ഗ്രാമപ്രദേശത്തേക്ക്. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു റോഡ് സൈഡിൽ നിർത്തിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൂര്യൻ അസ്തമിക്കുന്ന സമയം കൂടിയായിന്. അപ്പം നല്ലൊരു കാഴ്ച കണ്ടു, നല്ലൊരു ചായക്കടയും കണ്ടു. അവിടുന്ന് ഇപ്പം ഞാനും ഇതാണ് പ്രിയേഷ്, പിന്നെ അരവിന്ദ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ ട്രിപ്പിന് ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് അരവിന്ദ്. നമ്മൾ അവിടുന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് അതിമനോഹരമായ അസ്തമയമൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച്, അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു അസ്തമയമായിരുന്നു. മലകൾക്കും പുഴകൾക്കും അകലെ സൂര്യൻ താഴ്ന്നു പോകുന്നത്. അവിടെ നിന്നും നമ്മളെ റീൽസും കാര്യങ്ങളും ചിത്രീകരിക്കാൻ വേണ്ടി പ്രിയേഷൻ ആദ്യം മുന്നോട്ടേക്ക് വിട്ടു. അതിനുശേഷം പ്രിയേഷന് ബാക്കിലേക്ക് വന്ന ശേഷം ഞാൻ മെല്ലെ മുന്നിലേക്ക് പോയി. ഇത് കാണുമ്പോൾ എന്നെ അറിയാം, നമുക്കൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് മാത്രമായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, പോകുന്ന വഴിക്ക് കിട്ടിയ ഈ അസ്തമയം ഒരു അന്യായ ദൃശ്യ അനുഭവമായിരുന്നു. ഇത്രയും മനോഹരമായ ഒരു അസ്തമയം കുറേ നാൾ ശേഷം കണ്ടതില്ല. അങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടുത്തെ അസ്തമയമൊക്കെ കണ്ട്, പക്ഷെ അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. പക്ഷെ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം നമ്മൾ ക്യാമ്പ് സൈറ്റിലേക്കുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയം അവിടെ ഒരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അവിടെ വിസിറ്റ് ചെയ്ത് ആ നദീക്കരയിൽ പോയിട്ട് അസ്തമയമൊക്കെ ആവോളം കണ്ട് നമ്മൾ അവിടുന്ന് മെല്ലെ അസ്തമയത്തിൻ്റെ ഭംഗിയും കണ്ട് വീണ്ടും നമ്മൾ വണ്ടിയിൽ നമ്മളെ ക്യാമ്പ് സൈറ്റിലേക്ക് യാത്രയായി. ഒരു മലയുടെ മുകളിലേക്കാണ് യാത്ര. മല കയറി ഇപ്പം ഇരുട്ട് പക്ക മഹാരാഷ്ട്ര ഗ്രാമപ്രദേശങ്ങളിലേക്കൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. അവിടെ എത്തിയതും നമ്മുടെ ലഗേജൊക്കെ വെച്ച് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. എല്ലാവരും കൂടി യാത്രാക്ഷീണം ഉണ്ടെങ്കിൽ പോലും ആ ക്യാമ്പ് സൈറ്റിൽ ആട്ടവും പാട്ടുമായിട്ട് അതിമനോഹരമായ ഒരു പുഴയുടെ സൈഡിൽ ടെൻറ്റും അടിച്ചിട്ട് നമ്മൾ അവിടെയാണ് ഇന്ന് ഉറങ്ങുന്നത്. ഇവിടെ നിന്ന് ഉറങ്ങി അതിരാവിലെ തന്നെ നമ്മൾ സന്തൻ വാലിയിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ വന്ന പ്രിയേഷന് മാത്രമേ എനിക്കറിയുള്ളൂ, ബാക്കി എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം നമ്മൾ പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടി ഒന്ന് സെറ്റായി പാട്ടും എല്ലാം കൂടി എൻജോയ് ചെയ്ത് ആ രാത്രി അവിടെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച്, ഭക്ഷണം അവിടുത്തെ ഒരു ലോക്കലായ ഒരു വീട്ടിൽ, അവിടുത്തെ ഗ്രാമപ്രദേശത്തെ ഒരു വീട്ടിലായിരുന്നു ഉണ്ടാക്കിയത്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ടെൻറ്റിലേക്ക് പോയി കിടക്കാൻ
ക്യാമ്പ് ഫയറിൻ്റെ അവിടെ നിന്ന് എല്ലാവരും പിന്നെ പോകാൻ വേണ്ടി ഭയങ്കര ആക്റ്റീവായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ അല്ല പെട്ടെന്നായിരുന്നു എല്ലാവരായിട്ടും പെട്ടെന്നായിട്ട് പരിചയപ്പെട്ടത്. അതിരാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും പോയി കിടന്നുറങ്ങി. അടുത്ത വീഡിയോ രാവിലെ.